ഇന്നലെ മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന വിഷയത്തിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തു. ആ ചർച്ച കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പങ്കുവച്ചത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതായത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2016 പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയാൻ സാഹചര്യമുണ്ടായി. അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഒത്തുതീർപ്പ് ഫോർമുല പ്രകാരം വാഗ്ദാനം ചെയ്യപ്പെട്ട AICC ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ടതിന് പിന്നിലൊരു കൊലച്ചതിയുടെ കഥയുണ്ട്. ആ ചതിയൻ സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായതാണ് എന്നെ ഞെട്ടിച്ചത്. പ്രതിപക്ഷ നേതാവിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി 5 വർഷം കുംഭം നിറച്ച മാധ്യമപ്രവർത്തകന്റെ നന്ദികേടിൻ്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. നീണ്ട 5 വർഷം ശമ്പളവും കിമ്പളവും പിന്നെ പെൻഷനുമായി പാലൂട്ടിയ ചെന്നിത്തലയുടെ കൈക്ക് കുത്തിയ പാമ്പാണ് ഇപ്പോൾ മീഡിയ 1 ചാനലിലെ മാധ്യമപ്രവർത്തകർ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ സ്ഥാനം ഒഴിഞ്ഞയുടൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഈ മാപ്ര മീഡിയ 1 ഡൽഹി ബ്യൂറോയിൽ ചുമതലയേറ്റു. ഡൽഹിയിലെത്തിയതോടെ KC വേണുഗോപാലിനെ മണിയടിച്ച് അദ്ദേഹത്തിൻ്റെ ശിങ്കിടിപ്പണി തുടങ്ങി. രമേശ് ചെന്നിത്തല AICC ജനറൽ സെക്രട്ടറി ആയാൽ ഭാവിയിൽ തനിക്ക് പാരയായി മാറുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന KC വേണുഗോപാൽ പാര പണിയാൻ കൂട്ടുപിടിച്ചത് ഈ മാപ്രയെ. തെരഞ്ഞെടുപ്പ് കാലത്ത് രമേശ് ചെന്നിത്തലയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരെ ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മകൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. രമേശിന് പാരയാവാൻ സാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കിട്ട് പണി കൊടുക്കുന്നത് ഉൾപ്പെടെ ചർച്ചയായ രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ മാപ്രയും അംഗമായിരുന്നു. കാരണം ഇയാളെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇയാൾ ചെന്നിത്തലയുടെ ഗുഡ് ബുക്കിലുള്ള മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ, 5 വർഷം ചെന്നിത്തലയെ സേവിച്ചതല്ലേ, ശമ്പളവും കിമ്പളവും ഒക്കെ പറ്റിയവനല്ലേ. അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഗ്രൂപ്പിൽ ചേർത്തിട്ടുമുള്ളൂ. അങ്ങനെ ഈ ഗ്രൂപ്പിലെ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഈ മാപ്ര KC വേണുഗോപാലിന് കൈമാറുന്നു. വൻ പ്രതിഫലം കീശയിലാക്കി. ചെന്നിത്തലയ്ക്കെതിരായ ഓപ്പറേഷൻ മീഡിയ 1 തിരുവനന്തപുരം ബ്യൂറോയുടെ പേരിൽ വാർത്തയായി. ലോകം മുഴുവൻ അറിയുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടുകൾ സഹിതം വന്ന വാർത്ത രമേശിനെ കുടുക്കി. വിവാദ വാട്സാപ്പ് ഗ്രൂപ്പുമായി തനിക്ക് ബന്ധമില്ലെന്നൊടുവിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രസ്താവന ഇറക്കേണ്ടി വന്നു. പക്ഷേ വാർത്ത KC വേണുഗോപാൽ കൃത്യമായി രാഹുൽ ഗാന്ധിയെ അറിയിക്കുന്നു. മലയാളം ഇംഗ്ലീഷിലാക്കി രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു. വിവരം ശേഖരിക്കാൻ രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ തന്നെ ചുമതലപ്പെടുത്തിയതോടെ പണി എളുപ്പമായി. വാട്സാപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകൾ പരിഭാഷ സഹിതം വേണുഗോപാൽ ഫയലിലാക്കി രാഹുൽ ഗാന്ധിക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് ഓഫർ ചെയ്തിരുന്ന AICC ജനറൽ സെക്രട്ടറി പദവി അതോടെ കൂടിയായി. UDF മന്ത്രിസഭ വന്നാൽ വീണ്ടും ഏതെങ്കിലും മന്ത്രിയുടെ സ്റ്റാഫാകാൻ ഈ മാപ്ര നീക്കം ആരംഭിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ എതിർ ക്യാമ്പിൽ കയറിപ്പറ്റുകയാണ് ലക്ഷ്യം. ആർക്കാണ് പണി കിട്ടുക എന്ന് ഇനി കണ്ടറിയണം.